Side jump. Begin. 1, 2, 1, 2. Side again. One, two, one, two. Last, one, hop. Last, rest. ഇപ്പോൾ മോർണിംഗ് ഫൈറ്റേഴ്സ് ഇൻഡോറൻസ് അക്കാദമിയിലെ കുട്ടികൾ വീണ്ടും ഒരു റാലിയെ ഫേസ് ചെയ്യാൻ പോവാണ്. 1-ാം തീയതി തിരുവനന്തപുരത്ത് BSF ക്യാമ്പിൽ നടക്കുകയാണ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലേക്കുള്ള സെലക്ഷൻ. ഇത് പല വിഭാഗത്തിലേക്കാണ്. പലരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഇത് BSFലേക്ക് വേണ്ടി മാത്രമുള്ള ഒരു സെലക്ഷനാണെന്ന്. അങ്ങനെയല്ല, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഇതിൽ നിന്ന് ആളുകളെ സെലക്ട് ചെയ്തെടുക്കും. 1-ാം തീയതി ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുകയാണ്. നമ്മളിപ്പോൾ ആർമിയുടെ റാലി കഴിഞ്ഞു, ഇനി നമ്മൾ റെയിൽവേയുടെ റാലി കാത്തിരിക്കുന്നു, ഡൽഹി പോലീസിൻ്റെ റാലി കാത്തിരിക്കുന്നു. അതിന് മുന്നോടിയായിട്ട്, അതിൻ്റെ മുമ്പായിട്ട് പെട്ടെന്നാണ് ഇങ്ങനൊരു സെലക്ഷൻ വന്നത്. ആദ്യം ഇതിന് ഫിസിക്കലാണ്. 1600 മീറ്റർ ഓട്ടം, അതായത് 4 റൗണ്ട് ഓട്ടം. അതിന് വേണ്ട ടൈം 6.5 മിനിറ്റാണ് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും ഇന്നലെ ബാംഗ്ലൂരിൽ കർണാടകത്തിൻ്റെ റാലി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, കർണാടകത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അത് സമയം കൊടുത്തിരിക്കുന്നത് 6 മിനിറ്റ് മാത്രമാണ്. അപ്പോൾ 6.5 മിനിറ്റ് പ്രതീക്ഷിച്ചിരിക്കുന്ന കുട്ടികളിൽ 6.5 മിനിറ്റ് വെച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് 6 മിനിറ്റ് ആകുമ്പോൾ അവർ അവിടെ സ്റ്റോപ്പ് ചെയ്ത് സെലക്ഷൻ കട്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ മാക്സിമം പെർഫോമൻസ് നമ്മൾ പുറത്തെടുക്കണം. നിങ്ങളെ സംബന്ധിച്ച് നല്ലൊരു പ്രാക്ടീസ് ഇവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 5 മിനിറ്റിൽ 5.5 മിനിറ്റിലൊക്കെ ഓടുന്ന ധാരാളം കുട്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ലൂസാക്കിയിട്ട് 6.5 മിനിറ്റ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഓട്ടത്തിൽ നിങ്ങൾ പുറകോട്ട് പോയാൽ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ ടൈം 6 മിനിറ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, 6.5 മിനിറ്റ് ഇല്ല. ഇതിന് വേക്കൻസി കൃത്യമായിട്ടൊന്നും പറയുന്നില്ല. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും നമുക്കറിയാം, സെൻട്രൽ ഗവൺമെൻറ് പല ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ടിയുള്ള സെലക്ഷനാണ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് എന്നാണ് പറയുന്നത്. അല്ലാണ്ട് BSF എന്ന് മാത്രമല്ല, BSF ക്യാമ്പിൽ വെച്ച്, തിരുവനന്തപുരത്ത് BSF ക്യാമ്പിൽ വെച്ച് ഈ റാലി സെലക്ഷൻ നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതിന് തയ്യാറാവുക. നമ്മുടെ അക്കാദമിയിൽ നിന്ന് 10 കുട്ടികളാണ് ഇപ്പോൾ പോകുന്നത്. കുറേ ആൾക്കാരിനകത്ത് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്, കുറേ ആൾക്കാർ പ്രായമാകാത്തവരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫിസിക്കലിന് ശേഷമാണ് എഴുത്ത് പരീക്ഷയുള്ളത്. അതുകൊണ്ട് തന്നെ എഴുത്ത് പരീക്ഷയുടെ ക്ലാസ്സിലും എല്ലാവരും അറ്റൻഡ് ചെയ്യണം. ഒരു ജോലി എന്ന ഒരു സ്വപ്നം നിങ്ങൾക്ക് സാഫല്യമാകണമെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ തന്നെ ഇപ്പം നിങ്ങൾ കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന റാലിയിൽ 10 കുട്ടികളും പാസ്സാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എല്ലാവരും ഓടിയവരെല്ലാം തന്നെ 6.5 മിനിറ്റിനുള്ളിൽ വന്നിട്ടുണ്ട്. 6 മിനിറ്റ് താത്തിയിട്ട് 9 പേരും വന്നു, ഒരാൾ മാത്രമേ 6.5 മിനിറ്റിൽ മേലെ വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അയാൾക്കും ആ താത്തി വരാൻ ടൈം ബെറ്ററാക്കാൻ കഴിയും. അപ്പം എന്തായാലും തിരുവനന്തപുരം റാലിക്ക് നമ്മൾ പങ്കെടുക്കും. 10 പേരും വിജയിക്കും. മോർണിംഗ് ഫൈറ്റേഴ്സിൻ്റെ അഭിമാനങ്ങളായി നിങ്ങൾ മാറണം. കേരളത്തിലെ പല ഭാഗത്തുനിന്നും നമ്മുടെ ട്രെയിനിങ് ഇഷ്ടപ്പെട്ടുകൊണ്ട് കുട്ടികൾ ഇവിടെ വരുന്നുണ്ട്. എല്ലാവർക്കും, ഇവിടെ വരുന്നവർക്കെല്ലാം തന്നെ ജോലി കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതൊരു സൗജന്യ കോഴ്സാണ്. സൗജന്യമായി കേരളത്തിലൊരു കോഴ്സ് കൊടുക്കുന്ന സെൻ്ററാണ്. 8ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ 600ഓളം കുട്ടികൾക്ക് ഇതിനോടകം ജോലി ലഭിച്ചു. നിങ്ങൾ ജോലി ആഗ്രഹിക്കുന്നുണ്ടോ? ജോലി ഉറപ്പാണ്. വീണ്ടും ഞാൻ പറയുന്നു, 10ാം ക്ലാസ് പാസും ആവശ്യത്തിന് മെഷർമെൻറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ 6 മാസം നിങ്ങൾ ഈ മോർണിംഗ് ഫൈറ്റേഴ്സ് ജിമ്മി ജോർജ് ജനിച്ചു വളർന്ന ഈ പേരാവൂർ ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ടും ജോലി കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാവുക, പറയുന്നത് കേൾക്കുക. ഒരു ദിവസം വന്നു, 2 ദിവസം വന്നില്ല, 2 ദിവസം ഒന്ന് വീട്ടിൽ പോയി, അങ്ങനെ കളിച്ചാൽ നമ്മൾ എവിടെ എത്തൂല. നമ്മൾ സ്വപ്നം കണ്ടതുകൊണ്ടോ ആഗ്രഹിച്ചുകൊണ്ടോ മാത്രം കാര്യമില്ല. വർക്കൗട്ട് ചെയ്യാൻ, ഹാർഡ് വർക്ക് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. ഈ ചെറിയ വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് ജോലി ഉറപ്പാണ്. അപ്പം പ്രത്യേകം വീണ്ടും പറയുന്നു, 1-ാം തീയതി നമ്മൾ പങ്കെടുക്കുകയാണ്. തിരുവനന്തപുരത്തേക്ക് പോവാണ്. BSFൻ്റെ ക്യാമ്പിൽ വെച്ചുള്ള റാലിയിൽ നമ്മൾ 10 കുട്ടികളും പങ്കെടുക്കും. 10 കുട്ടികളും വിജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 2025 നമുക്ക് നല്ലൊരു വർഷമാണ്. അനേകം കുട്ടികൾ, ധാരാളം കുട്ടികൾ ഇതിനോടകം പോലീസിലും ആർമിയിലൊക്കെ ആയിട്ട് സെലക്ഷൻ മേടിച്ചു കഴിഞ്ഞു. ഇനിയും സെലക്ഷൻ വരുന്നുണ്ട്. റെയിൽവേ വരുന്നു, ഡൽഹി പോലീസ് വരുന്നു. അങ്ങനെ ധാരാളം അവസരങ്ങളുണ്ട്. നമ്മൾ മുടങ്ങാതെ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ലക്ഷ്യത്തിലെത്തുക തന്നെ ചെയ്യും. Running on the spot. Last beat. Right.